തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ തീപിടുത്തത്തിൽ റെയിൽവേയുടെ വൈദ്യുതി ലൈനിൽ നിന്നുമുണ്ടായ തീപ്പൊരി റെയിൽവേയും പോലീസും രണ്ട് തട്ടിൽ. കാരണം വൈദ്യുതി ലൈനിൽ നിന്നും തീപ്പൊരി ഉണ്ടായതല്ല അപകട കാരണമെന്ന വാദം തള്ളി റെയിൽവേ രംഗത്ത് വന്നു. പാർക്കിംഗ് കേന്ദ്രത്തിലെ ഒരു വാഹനത്തിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് വിശദീകരണം. എങ്ങനെ തീപിടിച്ചു എന്നതിൽ ദൃക്സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണം. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, എന്തായാലും തീപിടിച്ചു, 500-ലേറെ ബൈക്കുകൾ കത്തിനശിച്ചു, വലിയ നഷ്ടമാണ് അവിടെ ഉണ്ടായത്. അതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ദൃക്സാക്ഷി നമ്മുടെ ക്യാമറയുടെ മുന്നിൽ വന്ന്, ദൃക്സാക്ഷി മാത്രമല്ല അവിടെ പാർക്കിങ്ങിൽ ഉണ്ടായിരുന്ന കരാർ ജീവനക്കാരിയും നമ്മളോട് പറഞ്ഞത്, ഈ ഇലക്ട്രിക് ലൈനിൽ നിന്നൊരു സ്പാർക്ക് വന്ന് ഒരു ബൈക്കിന് മുകളിലെ കവറിൽ വീഴുന്നു. ഒരു ചുവന്ന നിറമുള്ള ബൈക്കിലായിരുന്നു ആദ്യം തീപിടുത്തം ഉണ്ടാവുന്നത്. അത് തുടർന്ന് പടരുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇക്കാര്യത്തിൽ റെയിൽവേക്ക് മറ്റൊരു അഭിപ്രായമുണ്ടോ അർജുൻ മട്ടന്നൂർ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, അത്തരത്തിൽ രണ്ടഭിപ്രായം ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട നിലവിലുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട പോലീസും അതിനുശേഷം റെയിൽവേയും ഈ സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തി. പക്ഷേ റെയിൽവേ പറയുന്നത് ഇത്തരത്തിൽ വൈദ്യുതി ലൈനിൽ നിന്ന് തീപ്പൊരി വീഴാനുള്ള സാധ്യതയില്ല, അത്തരത്തിൽ തീപിടിക്കാനുള്ള സാധ്യതയില്ല. മാത്രവുമല്ല, ഈ തീ പിടിച്ച ഭാഗത്ത് കൂടിയല്ല ഈ ലൈൻ കടന്നു പോകുന്നത്. മാത്രവുമല്ല, അത്തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ സ്വാഭാവികമായും അവിടെ വൈദ്യുതി പൂർണ്ണമായും സ്തംഭിക്കേണ്ടതാണ്. അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. സംഭവത്തിലൊരു ദുരൂഹതയുണ്ട്. എന്നാൽ അട്ടിമറി ശ്രമം എന്ന് തന്നെ ഇപ്പോൾ സംശയിക്കുന്നില്ല. പക്ഷേ വിശദമായ അന്വേഷണം നടത്തണം എന്നൊരാവശ്യമാണ് റെയിൽവേ ഉന്നയിക്കുന്നത്. അതേസമയം പോലീസ് ഈ ജീവനക്കാരുടെയും കരാർ ജീവനക്കാരുടെയും മറ്റും മൊഴിയെടുത്ത ശേഷം പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം ഇത്തരത്തിൽ തീപ്പൊരി വീണതാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ പാർക്കിംഗ് ഏരിയയുടെ മുകളിലുള്ള മേൽക്കൂരയുടെ വിടവിലൂടെ ഈ വൈദ്യുതി ലൈനിൽ നിന്ന് തീപ്പൊരി വീഴുന്നു. അത് ഈ ബൈക്കിന്റെ പെട്രോൾ ടാങ്കിന് സമീപത്ത് ഈ തീപ്പൊരി വീഴുന്നു. അത് ആളിക്കത്തുന്നു. തുടർന്ന് മറ്റു ബൈക്കുകളിലേക്ക് പടരുന്നു. അത്തരത്തിലാണ് ഈ അപകടം സംഭവിച്ചത് എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. എന്തായാലും ഇത് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CCTV ദൃശ്യങ്ങളായിരിക്കും. ആ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. അതായത് CCTV യൂണിറ്റ് പൂർണ്ണമായും ആ CCTV ഹാർഡ് ഡിസ്കും ആ യൂണിറ്റ് സഹിതം കത്തി നശിച്ചിട്ടുണ്ട്. അത് ഇനി ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടു കൂടി മാത്രമേ അതിൽ നിന്ന് ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ഏത് തരത്തിലാണ് തീ പിടിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇപ്പോൾ പോലീസും റെയിൽവേയും രണ്ട് തട്ടിലാണ്. അതേസമയം അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. കരാർ ജീവനക്കാരുടെ മൊഴിയടക്കം പൂർണ്ണമായും ശേഖരിച്ചു കഴിഞ്ഞു. എത്ര ബൈക്കുകളാണ് കത്തി നശിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. 500 ആണോ 600 ആണോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല. ആ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കണക്കുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. പോലീസും റെയിൽവേ പോലീസും രണ്ട് തട്ടിലാണ്.